അന്നത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നിങ്ങൾ സ്റ്റേജ് ടു സ്റ്റേജ് വഴി സ്റ്റേജിൽ തന്നെ പോയി കളിച്ച ആൾക്കാർ കാണുള്ളൂ. 1000 പേരുടെ മുമ്പിൽ കളിച്ചാൽ ആ 1000 പേരുടെ മുമ്പിൽ അറിയപ്പെട്ടു. ഈ 1000 പേരിൽ ഒരു 500 പേര് വീട്ടിൽ പോയി ചിലപ്പോൾ പറയുമായിരിക്കും ഇങ്ങനത്തെ പരിപാടി ഉണ്ട് കേട്ടോ. അതിൽ 6 പേരുടെ പേര് ചിലപ്പോൾ വീട്ടിൽ പറയില്ലായിരിക്കാം. അവർക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെടുന്ന സിദ്ദീഖിൻ്റെ പെർഫോമൻസ് ആയിരിക്കും, ചിലപ്പോൾ എൻ്റെതായിരിക്കും, ചിലപ്പോൾ ലാലിലായിരിക്കും, റഹ്മാൻ. അപ്പോൾ ആ പേര് പറഞ്ഞു അയാളുടെ പേരെന്താണ് ഓർക്കും. ഇന്നിപ്പോൾ ചാനൽ വട്ടും കോട്ടയം നസീർ അറിയപ്പെടാണ്. മറ്റേ ആളുടെ പേര് ഇവൻ പിന്നെ പേര് അവൻ പെട്ടെന്ന് അറിയപ്പെടാം. അന്ന് അറിയപ്പെടില്ല. നമ്മളൊക്കെ എത്ര കൊല്ലോണം സ്റ്റേജുകൾ കയറിയിട്ടുണ്ടാവും, ആയിരക്കണക്കിന് സ്റ്റേജ്. എത്ര സ്റ്റേജ് ഒന്നും പറയാൻ പറ്റില്ല. ഓൾ കേരള പോയിട്ട് ഓണം കയറാൻ മൂലകൾ ഉണ്ടാവും, മിമിക്രി കയറാൻ മൂല അന്ന് ഉണ്ടാവില്ല. ഞങ്ങളിങ്ങനെ പലായനം ചെയ്ത് സ്റ്റേജുകളിൽ കൂടെ അറിയപ്പെട്ടെ. ഇന്നല്ല, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഇന്ന് ഇന്ന് എന്തൊക്കെ പരിപാടിയാണ് പറയേണ്ട ആവശ്യമില്ലല്ലോ. ചാനലിൽ വരണം, ലൈവ് ഷോ, അതൊക്കെ. ഒരു പയ്യൻ വന്ന് ഇന്ന് വിനോദ് എന്ന് പറഞ്ഞൊരു പയ്യൻ പേര് വന്നിന്നൊരു മിമിക്രി കാണിച്ചു. നല്ല മിമിക്രി ആണെങ്കിൽ കോടിക്കണക്കിന് ജനങ്ങൾ ഇന്ന് കാണുകയാണ്. വിനോദിൻ്റെ ഒരു മിമിക്രി കണ്ടിട്ടാ വിനോദ് അറിയപ്പെട്ട്. അത് എത്ര ഉള്ളൂ, ഒരൊറ്റ പ്രോഗ്രാം മതി. നമ്മൾ സ്റ്റേജിൽ കൂടെ നടന്നത് ഇത്രയും വരെ ആയത് അന്നും ഇത്. എന്നിട്ടും ഞാൻ അന്നത്തെ കാലത്ത് അമേരിക്കയിൽ പോയി. അതുകൊണ്ട് അമേരിക്ക 84 കലാഭവനിൽ അന്ന് ഒത്തിരി പ്രോഗ്രാംസ് ഉണ്ടായിരുന്നു. ജയറാമൊക്കെ വന്നൊരു കാലഘട്ടത്തിൽ. ജയറാമൊക്കെ നിശ്ചയം എത്രയോ കാലം കഴിഞ്ഞിട്ടുണ്ട്, കുറേ കാലം പിന്നെ ഞാൻ ഈ ഗാനമേളയിലൊക്കെ പോയി. പിന്നെ ഇതുപോലെ പരിപാടി വന്നു. രസമുള്ള ഒരുപാട് സംഭവങ്ങൾ ഞങ്ങൾക്കുണ്ട്. നമ്മൾ വയസ്സിൻ്റെ കാര്യം പറഞ്ഞ് ഇവിടെ നിൽക്കില്ല. ഇതിൻ്റെ വയസ്സ് പോണില്ലല്ലോ. അതെ അതെ, സമയം ഇപ്പം മിമിക്രി കളിച്ചു പോകുന്ന വയസ്സ് പോകും. അതെ അതെ. അത് കഴിഞ്ഞിട്ട് ഒരുപാട് ജയറാമൊക്കെ വന്നു. അതെ അതെ. ഞങ്ങളിങ്ങനെ കോളേജുകളിൽ പരിപാടിക്ക് പോകും. നട്ടുച്ചക്കൊക്കെ മിമിക്രി കാണിച്ചിട്ടുണ്ട്. വെളുപ്പാങ്കാലത്ത് 3:30 മണിക്ക് കാണിച്ചിട്ടുണ്ട്. ഒരു പ്രാവശ്യം ഒരു സ്ഥലത്ത് ഞാനും സിദ്ദീഖിലാണ് ഞങ്ങളും കൂടെ പരിപാടിക്ക് പോയി. ഈ ഭാഗത്ത് വടക്കോട്ട് ഒരു കോളേജിൽ ഞങ്ങൾ പരിപാടിക്ക് വന്നപ്പോൾ കാണാം അവിടുത്തെ കോളേജിൽ പഠിക്കണ പയ്യൻ ഞങ്ങളുടെ ഐറ്റമൊക്കെ ഒന്ന് കാണിക്കുന്നു. നിങ്ങൾ ചെല്ലണമായിരിക്കും. അവൻ അന്ന് സിനിമാടന്മാരെ അവനും കാണിക്കാമല്ലോ, ഞങ്ങൾ കാണിക്കാൻ പാടില്ല എന്ന് പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ അവിടുത്തെ ആർട്സ് സെക്രട്ടറി ഒന്ന് പറഞ്ഞത് നിങ്ങളുടെ ഐറ്റംസ് ഒക്കെ കാണിക്കണ്ട കേട്ടോ, നിങ്ങൾ പ്രൊഫഷണൽസ് ആണ്, നിങ്ങൾ പിന്നെ നിങ്ങളെ ഒരു ഡേറ്റിൽ ഞങ്ങളെ പറയും. ഞാൻ പറഞ്ഞു ഞങ്ങളെല്ലാം പറയണ്ടേ, ഞങ്ങൾക്ക് അയാൾ കാണിക്കാൻ പറയാൻ പറ്റില്ല, നിങ്ങളെ വിലക്കുണ്ട്. അങ്ങനെ പറഞ്ഞേക്കുമ്പോൾ ഞങ്ങളുടെ ഒരു സസ്പെൻസ് ആയിട്ട് കൊണ്ട് ഒരു മാജിക് അങ്ങനെ എന്തോ അതും ഈ പയ്യൻ കാണിക്കണം. നമ്മളത് പ്രശ്നം. അവിടുത്തെ ആർട്സ് സെക്രട്ടറി പോയിട്ട് കർട്ടൻ ഇടുന്നു, കർട്ടൻ അടിച്ച് ഉടനെ ഈ പയ്യനും ഓടി ഞങ്ങളുടെ അടുത്ത് വന്ന്. അവനവിടെ പഠിക്കണല്ലേ, പെരുമ്പാവൂരാണോ? പെരുമ്പാവൂർ, കാലടി. അപ്പോൾ ഈ പയ്യനും ഓടി വന്നിട്ട് ഞങ്ങളുടെ എന്താ ഇഷ്ടമാണ്, ഞങ്ങൾക്ക് ഇവിടെ ഞങ്ങൾ പഠിക്കുന്ന കോളേജ്, നിങ്ങൾ വലിയ കലാപകാരിയാണ്, ഞങ്ങൾ പഠിക്കുന്ന സ്ഥലം കർട്ടൻ അടിച്ച് മോശമായി പോട്ടോ. ഞാൻ പറഞ്ഞു മോനെ കർട്ടൻ അടിച്ച് ഞങ്ങൾ പറഞ്ഞിട്ടല്ല, ആർട്സ് സെക്രട്ടറി ആണ് ഇടിച്ചത്, ഞങ്ങൾ പറഞ്ഞിട്ടല്ല. എന്താ മോൻ്റെ പേര്? എൻ്റെ പേര് ജയറാം. അതാണ് ജയറാം. പെരുമ്പാവൂർ കാലടി ശങ്കരക്കൊള്ള. അത് കഴിഞ്ഞ് പിന്നെ ജയറാമൻ ഞങ്ങൾ കലാവലിലെടുത്തു. പിന്നെ എന്നിട്ട് ആദ്യം ജയറാമിനായിട്ട് പരിപാടിക്ക് പോകുന്നത് പുന്നപ്രയിലാണ്. ശ്രീദേവി എന്ന് പറഞ്ഞൊരു സിനിമാ തിയേറ്റർ ഉണ്ട് പുന്നപ്ര. അവിടെ ചെന്നപ്പോൾ ഞങ്ങളുടെ ആ പരിപാടി ഉദ്ഘാടനം ചെയ്യാനായിട്ട് വന്നിരിക്കുന്ന സിനിമ നടന അച്ചൻകുഞ്ഞ് സിനിമ അതെ തന്നെ ലോറി, അതാണ് ലോറി പറഞ്ഞത്. അപ്പോൾ അച്ചൻകുഞ്ഞ് അവിടെ ടിക്കറ്റ് കൊടുക്കുന്ന കൗണ്ടറിൽ ഇരിപ്പുണ്ട് ആൾ വന്നിട്ട്. ഒരു സിനിമാ തിയേറ്ററിലാണ് പരിപാടി. അപ്പോൾ ജയറാമോട് എൻ്റെ അടുത്ത് ഒന്ന് എനിക്ക് അച്ചൻകുഞ്ഞിനെ പരിചയപ്പെടണം. അച്ചൻകുഞ്ഞിനെ ജനലിൽ കൂടെ കണ്ട് ജയറാം ആദ്യമായിട്ട് കാണണം ഉള്ളി സിനിമ നടൻ. അങ്ങനെ അച്ചൻകുഞ്ഞിനെ ഞാനും ജയറാമും കൂടെ പോയി ഒന്ന് പരിചയപ്പെടും. അതേപോലെ ഞാൻ കണ്ട ഒരു സിനിമ അന്ന് പറഞ്ഞില്ലേ ചങ്ങനാശ്ശേരിയിൽ ആദ്യമായിട്ട് പരിപാടിക്ക് പോയപ്പോൾ അന്നൊരു സിനിമ നടൻ ജീവിതത്തിൽ ആദ്യമായിട്ട് കണ്ടു. അത് ആലുമൂടൻ. ആ ആലുമൂടനെ കഥാപാത്രമായിക്കൊണ്ട് സിനിമ എഴുതാനും എനിക്ക് പറ്റിയില്ല. അപ്പം അങ്ങനെ ഓരോരുത്തർ വന്ന്. പിന്നെ ആദ്യകാലത്ത് സൈനിധിയിൽ ഉണ്ടായിരുന്നു NF വർഗീസ് വന്നു. NF വർഗീസ് അന്ന് ഈ പെട്ടിയും തൂക്കി സൂട്ട് കേസും തൂക്കിയിട്ട് കോമ്പറ്റീഷന് പോക്കാണ് പണി. വലിയൊരു ഓരോ വായനശാലൊക്കെ കാണാം. പുള്ളി അന്ന് കഷണ്ടിയാണല്ലോ, നമുക്ക് പ്രായമുള്ള ആളാണ്. നമസ്കാരം. ഭയങ്കര കട്ടി വോയിസാണ്. പുള്ളി വന്ന് മിമിക്രിക്ക് പുള്ളി ഈസിയായിട്ട് മോണാക്ട് കാണിച്ച് ഫസ്റ്റ് വാങ്ങിച്ചു പോകും. ഞാൻ മിമിക്രിയും പുള്ളി മോണാക്ട്. പിന്നെ വർഗീസും കലാമല്ല വന്നത്. പിന്നെ വർക്കിച്ചൻ പേട്ട വന്ന്. അങ്ങനെ ഒരുപാട് അന്നത്തെ പ്രോഗ്രാംസിൽ ഒത്തിരി അനുഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. വളരെ രസകരമായി തോന്നുന്നു. ഏതെങ്കിലും ഒരെണ്ണം പറയാമോ? ഒരുപാട് അനുഭവങ്ങളുണ്ടായിരുന്നു. ഞങ്ങൾ കേശവട്ടം നമ്മുടെ ഡ്രൈവർ ഉണ്ടായിരുന്നു. നമ്മൾ ശബരിമല എല്ലാം ഒരു പരിപാടി ഉണ്ടായിരുന്നു. ശബരിമല ആ ഏരിയയിൽ. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം കാസർഗോഡായിട്ട് പരിപാടി ഉള്ളതാണ്. അന്ന് പോയിട്ട് പുള്ളി റെയിൽവേ ഗേറ്റിൽ കൊണ്ടുപോയി വണ്ടി ഇട്ടിട്ട് ഒരു രക്ഷയില്ല. 1-2 മണിക്കൂർ കിടന്ന്. 2 മണിക്കൂർ കഴിഞ്ഞാണ് ഞങ്ങൾ പുറത്തിറങ്ങി നോക്കിയപ്പോൾ ഏതോ ലോറി പഞ്ചറായിട്ട് കട്ടപ്പുറത്ത് കയറ്റി ലോറിയുടെ പുറകെ കൊണ്ടേ വണ്ടി റെയിൽവേ ഗേറ്റ് അടയെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ സുഖമായിട്ട് കിടന്നുറങ്ങി.
കാസർഗോഡ് എത്താനുള്ള സമയമായി, പുറപ്പെട്ടാലും അവിടെ എളുപ്പം എത്താനാണ്. അങ്ങനെ ടെൻഷൻ അടിച്ച് പുള്ളിയൊന്നും പറഞ്ഞ കാര്യമില്ല. അതുകൊള്ള പിന്നീടാണ് പോക്കുവല്ലിലേക്ക് പോക്കില്ല. എങ്ങനെയാണ് ആ ഒരു എൻട്രി കിട്ടിയത്? അത് കിട്ടിയാൽ പറഞ്ഞില്ലേ മനസ്സിൽ പഠിക്കുമ്പോൾ പുള്ളി തെറ്റിദ്ധരിച്ചിട്ട് വിളിച്ചെന്ന് പറഞ്ഞില്ലേ, ബുദ്ധിയുള്ള ആളാണെന്ന് ചോദിച്ചിട്ട് വിളിച്ചത്. പിന്നീട് ഏത് സിനിമയിലാണ് അഭിനയിച്ചത് അതിനുശേഷം? അതിനുശേഷം അഭിനയിച്ചത് 2 എക്സ്ട്രീമാണ് എൻ്റെ. ആദ്യം പോക്കുവയില്, പിന്നെ ഈ ശബ്ദം ഇന്നത്തെ ശബ്ദം, മമ്മൂട്ടി ജയശങ്കറിൻ്റെ. മമ്മൂട്ടിയായിരുന്നു. മമ്മൂട്ടിയാണ് എന്നെ സജസ്റ്റ് ചെയ്യുന്നത്, പുള്ളിയാണ് എന്നെ കൊണ്ടുപോയി അഭിനയിച്ചത്. അപ്പോഴേക്കും മമ്മൂട്ടി ഒരു നല്ല അപ്പോൾ മമ്മൂട്ടി നല്ല സിനിമകളൊക്കെ കിട്ടി പുള്ളി. ഞാൻ ഈ ദേവലോകത്തിൻ്റെ കാര്യം പറഞ്ഞില്ലേ, ആ ദേവലോകം ഒന്നും അറിയപ്പെടാതൊക്കെ പോയി. പിന്നെ പുള്ളിക്ക് വിൽക്കാനുള്ള സ്വപ്നങ്ങളുമുണ്ട് ഓരോ സിനിമകളുള്ളത്. പിന്നെ കോമരം, ഊതിക്കാച്ചിയ പൊന്ന്, മുന്നേറ്റം, ഇതിലൊക്കെ വേണ്ടി അഭിനയിച്ചു. സ്ഫോടനം കാല് വിളിക്കുന്ന സംഭവവും കാര്യങ്ങളൊക്കെ ആയിട്ട് ആ സമയം രസകരമായ സംഭവം ഓർക്കുന്നതാണ്. മമ്മൂട്ടിക്ക് അന്ന് ഇലക്ട്രോണിക്സ് ഭ്രാന്താണല്ലോ, ക്രൈസാണ്. ഇത് മുന്നേറ്റമൊക്കെ അഭിനയിച്ചിരിക്കുന്ന സമയത്താണെന്ന് തോന്നുന്നു. എനിക്ക് തോന്നുന്നു 82-83 കാലത്തെ കഥയാണ് പറയാൻ പോണ. ഒരു ദിവസം വീട്ടിലിരിക്കുമ്പോൾ മമ്മൂട്ടിയുടെ ഫോൺ വന്നു. അൻസാർ വീട്ടിലുണ്ടാവും. അന്ന് ഇത്രയും സ്റ്റൈലല്ല ചോദ്യം, അൻസാർ വീട്ടിലുണ്ടാവും ചോദിച്ചു. ഇങ്ങനെ പുള്ളി അന്നേ ഒരു ജാടയെന്ന് തോന്നുള്ളൂ. ശരിക്കും ജാടയില്ലാത്ത മനുഷ്യനാണ് പുള്ളി. സംസാരം കേട്ടാൽ ഭയങ്കര ജാടയാണ്. ആ തലയെടുപ്പിലാണ് പ്രശ്നം. ചില ആൾക്കാരുണ്ടല്ലോ, താനൊന്നും ഇവിടം വരെ വന്നേന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എന്തേ, ഒരു സാധനം കാണിച്ചിട്ട് എനിക്ക് താൻ ഇങ്ങോട്ട് വാ എന്ന് പറഞ്ഞു. ഞാൻ സ്കൂട്ടർ എടുത്ത് പുള്ളി എന്താ സംഭവം അറിയില്ല, എന്താണെന്ന് അറിയില്ല, ഒരു സാധനം കാണിച്ച തരാമെന്ന് പറഞ്ഞു. അങ്ങനെ സ്കൂട്ടർ എടുത്ത് വരുന്നത് അറിയാനുള്ള അഭിമാനം ചെല്ലിച്ചെന്ന്. അപ്പോൾ പുള്ളി ഭാര്യ വീട് സ്റ്റാർ മൂലകം. അപ്പോൾ ഞാൻ ചെന്നപ്പോൾ കാണാം പുള്ളി തലയിലൊരു സാധനം വെച്ചിരുന്നത്, വാക്ക്മാൻ. കയ്യിൽ വാക്ക്മാൻ വെച്ചിട്ടുണ്ട് പുള്ളി. ഇതിലെങ്ങനെ ഇരിക്കുന്ന പാട്ട് കേട്ടിട്ട് പാട്ട് കേട്ടിരിക്കുന്നത്. എന്നെ കടമ വെയിറ്റ് കൂടി, ജാട കൂടി, വാക്ക്മാനാണല്ലോ ഇരിക്കുന്നത്. എടോ ഇതറിയാമോ എനിക്ക് സാധനം, ഇതറിയോ സൗണ്ട്, ഇതറിയാമോ എനിക്ക് ഈ സാധനം, ഭയങ്കര ഉറക്കനെ ഇത് പാട്ടുണ്ട് കേൾക്കണം. ഞാൻ ഇതറിയാമോ തനിക്ക് ഈ സാധനം എന്താ അറിയാമോ? ഞാൻ പറഞ്ഞ അറിയാം അത് തനിക്ക് എങ്ങനെ അറിയാം, ഓഫ് ചെയ്ത്, ഇതാണ് തനിക്കുള്ള കുഴപ്പം, ഒന്നും അറിഞ്ഞോട് അറിയാമെന്ന് പറയും. എൻ്റെ കസ്റ്റഡി ഞാൻ കിടക്കണ സ്മഗ്ലിങ്ങിൻ്റെ നാട്ടിലാണ് കിടക്കണ മട്ടാഞ്ചേരി, പുള്ളി വൈക്കത്തുനിന്നാണല്ലോ പറഞ്ഞത്. ഞാൻ പറയും ഇത് വാക്ക്മാൻ, ദിസ് ഈസ് വാട്ട് ഈസ് നോൺ ഈസ് വാക്ക്മാൻ. ആദ്യം പറഞ്ഞു. ഞാൻ പറഞ്ഞു വാക്ക്മാൻ ഇവിടെ എല്ലാവർക്കും പറയാ, താൻ കണ്ടിട്ടുണ്ട്, ഇതുണ്ട് സോണി വാക്ക്മാൻ, താൻ ഇതെവിടെ കണ്ടിട്ടുണ്ട്? ഞാൻ പറഞ്ഞു എൻ്റെ കൂട്ടുകാരൻ അച്ചു, അവൻ സ്മഗ്ലിംഗ് ആണ് പണി, അവൻ്റെ വീട്ടിലുണ്ട്, അത് കണ്ടിടാൻ വഴിയില്ല. അന്നത്തെ കാലം ഇത് അങ്ങനെ ആദ്യം ഇറങ്ങിയിട്ടില്ല. എൻ്റെ ഈ കൂട്ടുകാരൻ അവരുടെ വാപ്പ അസംഗോയക്കാന്ന് പറയും, പുള്ളി ഭയങ്കര സ്മഗ്ലറാണ്. അച്ചു സ്മഗ്ലിംഗ്. നമ്മൾ അച്ഛൻ്റെ വീട്ടിൽ പോയി ഒന്നായി അത് കണ്ടിട്ടുള്ള കാര്യം. എൻ്റെ സ്കൂളിലേക്ക് കയറി അച്ഛൻ്റെ വീട്ടിലേക്ക് പോയി കാണാനായിട്ട്. അന്നത്തെ അത്ഭുതം പറഞ്ഞത്. അച്ഛൻ്റെ വീട്ടിൽ പോയി. ഞാൻ പറഞ്ഞ ഞാനോട് ചെന്ന് ഞാൻ പറഞ്ഞു, എടാ അച്ചു നിന്റെ വാക്ക്മാൻ ഇടാ. ഏത് വേണടാ, സോണി വേണ, രസം വേണ, മറ്റേ വേണ. അവനൊരു 3 ആളുടെ വേണ കട്ടിൽ ഏതാ വേണ്ടത്. ഓടി ഇത് കാണുന്നുണ്ടെങ്കിലും പുള്ളിക്ക് ഭയങ്കര രസമായിരിക്കും ഓർക്കാനായിട്ട്. 3 ആളിനെ കൊണ്ടിട്ട് അത് ശരി, ഇതെന്താണ് പുള്ളി പോയി. അപ്പം ഇന്ന് പുള്ളിയുടെ ക്രൈസ് അവരത് പറഞ്ഞറിയുമ്പോഴൊക്കെ ഞാൻ വിചാരിക്കും ആ ക്രൈസ് അന്നേ ഉണ്ട്.